ഈ ട്രസ്റ്റ് ഇഷ്യൂ പല സ്ഥലത്തും ഉണ്ട്. ആളുകൾ വെറുതെ എവിടെയും ക്ലിക്ക് ചെയ്യില്ല. ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സോളിഡ് റീസൺ വേണം അവർക്ക്. SEOയിൽ റാങ്കിങ് ഉണ്ടായിട്ടും ലീഡ്സ് കുറയുന്നതിന്റെ റീസൺ അതിന് ഒരുപാട് റീസൺ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട വിസിബിൾ ആയിട്ടുള്ള റീസൺ പറയാം. അതായത് കേരളത്തിലെ ഒരു SEO കമ്പനി തന്നെ, SEO ചെയ്യുന്ന ഒരു കമ്പനി, ബെസ്റ്റ് SEO കമ്പനി ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് കുറെ കാലം റാങ്ക് ചെയ്ത് വന്നിരുന്നു. ഇപ്പോഴും ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് കഴിഞ്ഞ് ഒരു മാസം മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറുന്ന ഒരാൾക്ക് ഒരു കോൾ ബട്ടണോ അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ബട്ടണോ ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കോളിംഗ് ബെല്ല് അല്ലെങ്കിൽ ഒരു ഡോറ്, ഈ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറിയാലേ ആളുകൾ അവിടെ എത്തും. ഇതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ എങ്ങനെ ആളുകൾക്ക് പിന്നെ അവിടെ കയറാൻ പറ്റും? അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാരണം. അപ്പോൾ അങ്ങനെ ലീഡ് വരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറിയാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനുള്ള ആളുകളാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വന്നു ട്രസ്റ്റ് എന്നാണ് അതിന് പറയാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഈ ചില ആളുകൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഹിയർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൾ നൗ. എന്തിനു വേണ്ടിയിട്ടാണ് കോൾ ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആരാ അറ്റൻഡ് ചെയ്യുക? അപ്പോൾ ഈ നമ്മൾ കോൾ ബട്ടണിനകത്ത് തന്നെ കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ ഒരു സൂചന കൊടുക്കാൻ പറ്റും. ഒരു എക്സ്പേർട്ട് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവുമായിട്ട് 5 മിനിറ്റ് സംസാരിക്കുന്നതിന് വേണ്ടി കോൾ ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൂചനയുണ്ട് ഈ കോൾ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. ഒരു ചാറ്റ് ബോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ചാറ്റ് ചെയ്യുമെന്ന് പറയാം. വെറുതെ ചാറ്റ് ചെയ്യുമെന്ന് പറയരുത്. ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയുന്നു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ കൂടെ വരില്ല. വരും, നമുക്കൊരു ചായ കുടിക്കാൻ പോകുന്ന പറഞ്ഞാൽ അവർക്കറിയാം ചായ കുടിക്കാനാണ് പോകുന്നത്, കൊല്ലാനല്ല കൊണ്ടുപോകുന്നത് എന്നറിയാവുന്നതുകൊണ്ട് അവർ നമ്മുടെ കൂടെ വരും. ഈ ട്രസ്റ്റ് ഇഷ്യൂ പല സ്ഥലത്തും ഉണ്ട്. ആളുകൾ വെറുതെ എവിടെയും ക്ലിക്ക് ചെയ്യില്ല. ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സോളിഡ് റീസൺ വേണം അവർക്ക്. ആ റീസൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻഫർമേഷൻ സെൻഡ് എന്നാ പറയാം. ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഫാക്ടർ. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടൈസ്നെസ് ഉണ്ട്. നമ്മുടെ ഒരു പ്രോബ്ലമായിട്ടാണല്ലോ ഒരു വെബ്സൈറ്റിൽ പോകുന്നത്. ഇത് ഫുൾഫിൽ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം കഴിവുണ്ട്, ഇവിടെ നേരത്തെ സർവീസ് എടുത്ത അല്ലെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള ആളുകളുടെ അഭിപ്രായം എന്താണ്, ഇതെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഫിയർ ഒരു പരിധിവരെ മാറുകയും ഇത് ലീഡായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇത് തന്നെയാണ്, ട്രസ്റ്റ് ഇല്ലായ്മയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിൽ ഉണ്ടാകുന്ന കുറേയധികം ന്യൂനതകളാണ് ഈ ലീഡ് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് ക്ലിക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം, ക്ലിക്ക് ചെയ്യാനുള്ള സോളിഡ് റീസൺ ഉണ്ടാക്കി കൊടുക്കണം, ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് നമുക്ക് ലീഡ് കിട്ടും ഫസ്റ്റ് പൊസിഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ.